നമസ്കാരം. നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കാറുണ്ട്. ഇന്ന് വേണ്ട, നാളെ ചെയ്യാം എന്ന് വിചാരിച്ച്, അല്ലേ? അതിന് നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? പ്രൊക്കാസ്റ്റിനേഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊക്കാസ്റ്റിനേഷനിലേക്ക് നമ്മൾ മാറിപ്പോകുന്നത്? അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? നമ്മളുടെ മടി മാത്രമാണോ? മടി മാത്രമല്ല, നമുക്ക് ഫോക്കസിങ് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ മടുപ്പ് തോന്നുക. നമ്മളുടെ ചെയ്യുന്ന ജോലിയിൽ ഭയങ്കരമായ മടുപ്പ് തോന്നുക, അതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കഴിവിൽ വിശ്വാസമില്ലാതെ വരുമ്പോൾ നമ്മൾ ബെറ്റർ ഓപ്ഷൻ നോക്കിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അതിനെ പതുക്കെ നീട്ടിയിരിക്കും. അതുപോലെ തന്നെ ഒരു നല്ലൊരു സമയം വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ സമയത്ത് ചെയ്യാം. പിന്നെയോ ഭയം ഒരു വല്ലാത്ത ഫാക്ടറാണ്. ഭാവിയിൽ തോക്കുമോ എന്ന് ആലോചിച്ചുള്ള ഭയം, അതും ചിലപ്പോൾ നമ്മളെ പ്രൊക്കാസ്റ്റിനേഷനിലേക്ക് തള്ളിവിടാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസൻ്റ് ആണ്, നൗ. നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിട്ട് കൂടി നമുക്കതിനെ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഒരവസ്ഥ വരുന്നത്? നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുക. നമ്മൾ 3 ദിവസത്തെ ഒരു ഓൺലൈൻ സെഷൻ വരുന്നുണ്ട്. അതിൻ്റെ പേര് തന്നെ ദ ജേർണി ഫ്രം സ്റ്റക്ക് ടു സക്സസ്. നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് നിന്ന് സക്സസ്സിലേക്കുള്ളൊരു യാത്രയാണ്. നമുക്ക് പ്രൊക്കാസ്റ്റിനേഷനിൽ നിന്ന് പ്രൊഡക്ടിവിറ്റിയിലേക്കുള്ളൊരു യാത്രയാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രൊക്കാസ്റ്റിനേഷൻ വരുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും? നമുക്ക് സ്ട്രെസ് ഉണ്ടാവുക, ഭയങ്കരമായ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായ ആൻസൈറ്റി ഉണ്ടാവുക, നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുക, നമുക്കൊന്നും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല, എല്ലാത്തിനോടും ഭയങ്കരമായ ദേഷ്യം വരുന്നു, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകുന്നു, ഭയം വരുന്നു, എല്ലാവരോടും ഒരു തരത്തിലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കുക, എല്ലാത്തിലും ഒന്നും ഉൾവലിയാനുള്ളൊരു ടെൻഡൻസിയൊക്കെ പോകെ പ്രൊക്കാസ്റ്റിനേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. നമുക്കതിനെ എത്രയും വേഗം നമ്മളെപ്പോൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളുടെ മൈൻഡ് സെറ്റിൽ കുറേ ചേഞ്ചസ് വരുത്തുക, കുറച്ച് ന്യൂറോ ലെവലിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാംസ്, അതിൻ്റേതായ തെറാപ്പീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഫോക്കസിങ് കറക്റ്റ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല പ്രൊക്കാസ്റ്റിനേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നുള്ളത്. നമ്മളുടെ ജേർണി ഫ്രം സ്റ്റക്ക് ടു സക്സസ് എന്ന ഈ ഒരു സെഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊക്കാസ്റ്റിനേഷനെ ഓവർകം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ് ഉണ്ടാകുന്നത്. ഇതിൽ ഒരുപാട് NLPയുടെ ടെക്നിക്സ്, എങ്ങനെ നമുക്ക് പ്രൊക്കാസ്റ്റിനേഷനെ ഓവർകം ചെയ്യാം, പിന്നെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ശീലങ്ങളെ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ടൈം മാനേജ് ചെയ്യാം, അതേപോലെ തന്നെ കുറച്ച് ബ്രീത്തിങ് പ്രാക്ടീസസ്, മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു 3 days ഓൺലൈൻ സെഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് വേണ്ടത് പ്രൊഡക്ടിവിറ്റിയാണ്. നമ്മളുടെ ഫോക്കസിങ് കറക്റ്റ് ചെയ്ത് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് തടസ്സം നിൽക്കുന്ന എന്തിനേയും നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും വലിയൊരു വില്ലനാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഒരുമിച്ച് തന്നെ നേരിടാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.